ഇത്രയും കനത്ത തോൽവി ആരാണ് ഇടതുമുന്നണിക്ക് സമ്മാനിച്ചതെന്ന് ചോദിച്ചാൽ രണ്ട് പേരുകാരാണ്. ഒന്ന് സാക്ഷാൽ ക്യാപ്റ്റൻ എന്നും കപ്പിത്താനും എന്ന പേരിൽ ഇടതുമുന്നണിയെ നയിച്ച 2 തവണ മുഖ്യമന്ത്രിയാക്കിയ പിണറായി വിജയൻ സഖാവും, രണ്ട് നടേശൻ മുതലാളിയുമാണ്. ഇവർ രണ്ടുപേരുമാണ് ഇത്രയും കനത്ത തോൽവി CPIM-ന് നൽകിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജനങ്ങളെ മനസ്സിലാക്കാതെ എല്ലാം ജനങ്ങൾ വിശ്വസിച്ചുകൊള്ളുമെന്നും തുടർ ഭരണത്തിന്റെ എല്ലാ ധാർഷ്ട്യങ്ങളും ഒപ്പം കൂടെ കൂടിയ അവതാരങ്ങളും എല്ലാവരും കൂടി ചേർന്ന് ഒരുക്കിയ ഒരു കൃത്രിമമായ ലോകത്ത് വെച്ചാണ് ഈ പറയുന്ന തിരിച്ചടി CPM ഏറ്റുവാങ്ങുന്നത്. കരുത്തനായ സാരഥിയായിരുന്നു സാക്ഷാൽ പിണറായി വിജയൻ സഖാവ്, യാതൊരു തർക്കവുമില്ല. എല്ലാ കരുത്തോടെയും കൂടി അധികാരത്തിലേക്ക് വന്ന ആളാണ്. 10-40 വർഷത്തിലെ തുടർച്ചയായി പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കി ഭരിച്ചതിന്റെ കരുത്തുണ്ട്. കഷ്ടപ്പാടുകളുടെ ചരിത്രമുണ്ട്, വേദനകളുടെ ചരിത്രമുണ്ട്. ഇതെല്ലാമായി കയറിയ അദ്ദേഹം 5 വർഷം കൃത്യമായി ഭരണം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ പിന്നീട് 5 വർഷങ്ങളിൽ കണ്ടത് മറ്റൊരു തിരുവായ്ക്കെതിർവായി ഇല്ലാത്തവണ്ണം എന്താണോ പിണറായി വിജയൻ സഖാവ് തീരുമാനിക്കുന്നത് ആ തീരുമാനിക്കുന്നത് മാത്രം നടപ്പിലാകുന്ന ഒരു പാർട്ടി സംവിധാനത്തെയാണ്, ഒരു മുന്നണി സംവിധാനത്തെയാണ്. ആർക്കും ഒരു ശബ്ദമുയർത്താനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല, ആരും ഉയർത്തുകയുമില്ല. അത്തരം ഉയർത്താൻ ശേഷിയുള്ള ഘടകകക്ഷിയിലെ CPI-യിലെ പോലെ ദിവാകരനെ പോലെയൊക്കെയുള്ള നേതാക്കളെയെല്ലാം ആ പാർട്ടിയും വെട്ടിയരിഞ്ഞിട്ട് ഒരു ജൂനിയർ ടീമിനെ പുതുമുഖങ്ങൾ എന്ന പേരിൽ നൽകി. അതൊരു വശത്ത്. മറുവശത്ത് പിണറായി വിജയൻ സഖാവിന്റെ മനസ്സെന്താണോ ആ മനസ്സിനനുസരിച്ച് അദ്ദേഹത്തിന്റെ തൃപ്തിയും പ്രീതിയും പിടിച്ചുപറ്റാൻ ഒരു കാലത്ത് അദ്ദേഹം എന്തെല്ലാം ചെയ്യരുതെന്ന് പറഞ്ഞോ അതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒപ്പം കൂടി. PR വർക്കുകാരെന്ന പേരിൽ അവർ തിരുവാതിര നടത്തി, പേര് ചൊല്ലി വിളിച്ച് പാട്ടുപാടി, കേക്കുണ്ടാക്കി, പറങ്ങാണ്ടി വെച്ച് കശുവണ്ടി വെച്ച് ചിത്രം വരച്ചു. ഇത്തരം ചിത്രങ്ങളും പടങ്ങളും വാർത്തകളുമൊക്കെ അദ്ദേഹത്തിനെ ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് വേറൊരു ഭാവത്തിലേക്ക് മാറ്റി. എത്ര വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് കേരള മുഖ്യമന്ത്രി കേരളത്തിൽ സഞ്ചരിക്കുന്നത്, ചെറിയ ഗ്രാമങ്ങളിലൂടെ. എന്തിനാണ് പിണറായി വിജയൻ സഖാവെന്ന കരുത്തുറ്റ ഒരു മനുഷ്യന് അത്രയും വലിയ വാഹന അകമ്പടികളുടെ ഘോഷയാത്ര? ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലേക്ക് വന്നാൽ എത്ര ബോർഡുകളാണ്, കൂറ്റൻ ബോർഡുകൾ ദേശീയപാതയോരത്ത് അടുപ്പിച്ചടുപ്പിച്ച്, ഒരു 100 മീറ്ററിൽ തന്നെ 5 ബോർഡുകൾ. ആര് കൊണ്ടുവെക്കുന്നുവെന്ന് ആർക്കും അറിയാത്ത ബോർഡുകൾ. പാർട്ടിക്കാർക്ക് തന്നെ നിശ്ചയമില്ല അത് ആര് കൊണ്ടുവെക്കുന്നതാണെന്ന്. അങ്ങനെയുള്ള ബോർഡുകൾ മുഴുവൻ നിറച്ച് തിരിച്ചടിയായേക്കാവുന്ന ഒരു PR എന്ന നിലയിലേക്കായിരുന്നു പലർക്കും അറിയാമെങ്കിലും ആർക്കും പറയാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. പറയുന്ന പാർട്ടികൾക്കും അതിനുള്ള ശേഷി ഉണ്ടായില്ല. എല്ലാവരും പഞ്ചപുച്ഛമടക്കി നിന്നു. തീരുമാനിച്ചവർക്കൊക്കെ സീറ്റ് കൊടുത്തു. ഒരു PB മെമ്പറുടെ ഭാര്യയായിരുന്ന ആൾ ആദ്യ തവണ MLA ആയി, അപ്പോൾ തന്നെ മന്ത്രിയുമായി. മറ്റൊരു പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഒരു തരത്തിലും ജനങ്ങൾക്കും പാർട്ടിക്കും സ്വീകാര്യമല്ലെങ്കിലും അവിടെ എല്ലാ എതിർപ്പുകൾ ഉണ്ടായിട്ടും കൃത്യമായി അവരെ തന്നെ സ്ഥാനാർത്ഥിയാക്കി. ഒരു ശബ്ദവും തിരിച്ചു കേൾക്കാത്ത അവസ്ഥ. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വശത്തെ നിലപാട്. അദ്ദേഹത്തിന് കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനായി, ഒരു പക്ഷേ അഴിമതി തടയാനായി എന്നൊക്കെയും അവകാശപ്പെടുകയാവാമെങ്കിലും ഇതൊക്കെ പൊതുജനങ്ങളുടെയും സമൂഹത്തിന്റെ മുന്നിൽ വേറിട്ട ഒരു 2ാം ഊഴക്കാരൻ ചെയ്യേണ്ടിയിരുന്നതായിരുന്നില്ല എന്നതാണ് സത്യം. പിന്നെ അതിൻ്റെ അവസാനത്തെ സീനാണ് ഏറ്റവും തിരിച്ചടിയായ ഒന്നായി മാറിയത്. നടേശൻ മുതലാളിയുടെ തീവ്ര ഹിന്ദുത്വ പ്രസ്താവനകൾ, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കടന്നാക്രമിക്കുന്ന പ്രസ്താവനകൾ, അതിന് മലപ്പുറത്തെയും ന്യൂനപക്ഷ സമുദായവുമെന്നും വിളിച്ച് 2 സമുദായങ്ങളെയും ചേർത്ത് വെച്ച് ആക്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇന്ന് വരെ ആരെയും കാറിൽ കയറ്റിയിട്ടില്ലാത്ത മുഖ്യമന്ത്രി സാക്ഷാൽ നടേശ മുതലാളിയെ കാറിൽ കയറ്റുന്നു, സ്വീകരണം നൽകുന്നു. സരസ്വതി കടാക്ഷം തുളുമ്പുന്നതാണ് ആ നാവുകൾ എന്ന് പ്രസ്താവിക്കുന്നു. തിരിച്ചങ്ങോട്ടോ നടേശൻ സ്തുതിവചനങ്ങൾ കൊണ്ട് മൂടുന്നു. ഇന്നലെ വരെ ആ സ്തുതിവചനങ്ങളെല്ലാം കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിൽ ഇച്ചിളിപ്പും ചളിപ്പുമാണ് ഉണ്ടാക്കിയത്. അവർക്കറിയാവുന്ന കമ്മ്യൂണിസ്റ്റ് നിവർന്നു നിന്ന് വെള്ളാപ്പള്ളിയുടെ തിന്മകൾക്കെതിരെ സംസാരിക്കുന്ന VS-നെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകളാണ്. അതിൽ നിന്ന് മാറി പുതിയ കാലഘട്ടത്തിന്റെ ചേരുവകളാവുന്ന ഒരേ തരത്തിലേക്ക് എത്തുന്നു. ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കും വിധം വിദ്വേഷ പ്രസ്താവനകളെപ്പോലും മൗനം പാലിക്കുന്നു. അത്തരം പ്രവർത്തനങ്ങളെ നിശബ്ദമായി വിട്ടുകൊടുക്കുന്നു. ഇതെല്ലാം കൂടിയായപ്പോൾ ജനങ്ങൾ മറുപടി നൽകണമെന്ന് തീരുമാനിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തന്നെ അതിൽ ഉറച്ച തീരുമാനമെടുത്തു. അവരാണ് യഥാർത്ഥത്തിൽ പല മണ്ഡലങ്ങളിലും തിരിച്ചോട്ട് ചെയ്തത്. ഒരുപക്ഷെ പയ്യന്നൂർ ജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് നിശ്ചയമില്ല. പക്ഷേ അവിടെ സഖാക്കൾ വോട്ട് ചെയ്യാതെ പയ്യന്നൂരിലെ ഈ ഗോവിന്ദൻ എന്ന് പറയുന്ന സഖാവിന്
മുന്നിൽ വരാനാവില്ല. ഇതവിടെ മാത്രമല്ല, ഓരോ മണ്ഡലങ്ങളിലും കണ്ടു. ഒരൊറ്റ MLA-മാർക്ക് പോലും ഇക്കാര്യത്തിൽ യോജിപ്പില്ലെങ്കിലും പിണറായി വിജയൻ സഖാവ് എന്ന് പറയുന്ന സൂര്യന്റെ മുമ്പിൽ കേവലം ഉൽക്കകളായി കരിഞ്ഞു വീഴാനും കരിഞ്ഞു നിൽക്കാനുമായിരുന്നു അവർക്കിഷ്ടം. വെള്ളാപ്പള്ളിയെ വാനോളം പുകഴ്ത്തിയപ്പോഴും പലർക്കും അത് ചളിപ്പും വളിപ്പുമൊക്കെ ഉണ്ടാക്കിയെങ്കിലും അധികാരത്തിന്റെ തണലിൽ അഭിരമിക്കണമെങ്കിൽ സാക്ഷാൽ പിണറായി വിജയൻ സഖാവ് കടാക്ഷിക്കണം എന്നൊരു ചിന്ത അവരിലുമുണ്ടായി. ഇതെല്ലാം കൂടി ഒത്തുവന്നു. മൂന്നാമതായി അദ്ദേഹത്തിന്റെ മൃദു ഹിന്ദുത്വ സമീപനം. അങ്ങനെ ഒരു പിണറായി വിജയനെ കേരളത്തിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അറിയില്ലായിരുന്നു. കൃത്യമായ നിലപാടുകൾ കൊണ്ട് ആഞ്ഞടിക്കുന്ന ഒരു നേതാവിൽ നിന്ന് പലതിനോടും സന്ധി ചെയ്യുന്ന ഒരു നേതാവായി വ്യാഖ്യാനിക്കപ്പെട്ടു. വാർത്ത വന്നു, മലപ്പുറം വാർത്ത ഒരു പത്രത്തിൽ വന്നു. അതും ചമച്ചു കൊടുത്തത് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് കങ്കാണിയായി ഒപ്പം കൂടിയ ആളായിരുന്നു. ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്നപ്പോൾ സാക്ഷാൽ പിണറായി വിജയൻ സഖാവും നടേശൻ മുതലാളിയും കൂടിയാണ് ഈ പാർട്ടിക്ക് ഈ തിരിച്ചടിയുടെ ഗതിയുണ്ടാക്കിയത് എന്ന് സത്യസന്ധമായി വിലയിരുത്തുന്നവർ വിലയിരുത്തും. പക്ഷേ ഇതൊന്നും ഇനിയും വിലയിരുത്തപ്പെടില്ല. മറ്റെന്തെങ്കിലുമൊക്കെ പറയും. ജമാഅത്ത് ഇസ്ലാമി കൂടി വർഗീയ സംഘടനകൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് തടി തപ്പാനാവും ഇനിയും ശ്രമിക്കുക. അതാണല്ലോ ഒരു പതിവ് രീതി.